പറയാമെന്ന് വിചാരിച്ച്. ഞാൻ തെലങ്കാനയിൽ ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്കൂൾ തുടങ്ങി. നഴ്സറി തൊട്ട് 7th വരെയുള്ള ഒരു സ്കൂള്. അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്തു വളരെ കഷ്ടപ്പെട്ടു ഒരു ബിൽഡിങ്ങൊക്കെ എടുത്ത് ഒരുവിധ സെറ്റപ്പാക്കി ഒരു 150 പിള്ളേരെയൊക്കെ ആക്കി കൊണ്ടുവന്ന് എല്ലാം നല്ല രീതിയിൽ പോകുന്ന സാമ്പത്തികം നമുക്കൊരു ഫാമിലിക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ 8 ടീച്ചേഴ്സുണ്ട്. എല്ലാമായിട്ട് ഒരുവിധ സെറ്റപ്പാക്കി എടുത്തു കഴിഞ്ഞപ്പം കൊറോണ സമയമായപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? ഞാനത് അപ്പോൾ വേറൊരു മലയാളി ഫാമിലിയെ ഏൽപ്പിച്ചു. ഭാര്യയും ഭർത്താവും അവരെ ഞാനത് ഏൽപ്പിച്ചു. ഓക്കെ, അവരോട് പറഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ ഇത് നടത്തുക, അവിടുന്ന് സാമ്പത്തികം കിട്ടുന്നുണ്ട്, നിങ്ങൾക്കും അത്യാവശ്യമുള്ള പൈസ ഏകദേശം 40,000 രൂപ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബാക്കി ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കൊടുക്കുക, ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് നടത്തുക, എനിക്കും എന്തെങ്കിലും തരിക എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു, ഒരു ഫാമിലിയെ ഏൽപ്പിച്ചു. ആദ്യത്തെ വർഷം അവരിതൊക്കെ കൊണ്ടുപോയി ഭംഗിയായിട്ട് കൊണ്ടുപോയി. ഞാനും പോയി ചെക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ പോയി. ആദ്യത്തെ വർഷം ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സന്തോഷമായിരുന്നു. ഓക്കെ, എനിക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞല്ലോ, ഞാനും ഒരാളിനെ ഏൽപ്പിച്ച് അവർ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം. അത് കഴിഞ്ഞ് പിന്നത്തെ വർഷം അതവരെ ഏൽപ്പിച്ചതിന് ശേഷം 2ാമത്തെ വർഷം സ്കൂളെല്ലാം തുടങ്ങി, പുസ്തകങ്ങളെല്ലാം വരുത്തിച്ചു, ടെക്സ്റ്റ് ബുക്കുകൾ, യൂണിഫോം ഇതെല്ലാം തയ്യാറാക്കി കൊടുത്ത് വിൽക്കണം, കാശെല്ലാം എന്നെ കണക്കുകൾ ഏൽപ്പിക്കണം എന്നെല്ലാം പറഞ്ഞു. എനിക്കപ്പോൾ ഏകദേശം ഞാൻ നിൽക്കുന്ന സ്ഥലം ഈ സ്കൂളും തമ്മിൽ 150 കിലോമീറ്റർ ദൂരം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ദിവസം പോകാനൊന്നും പറ്റില്ല. അതുപോലെ എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം ഞാനും നമ്മളവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് അപ്പോൾ അങ്ങോട്ട് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അപ്പോൾ ഒരിക്കൽ ഞാൻ ചെന്നപ്പം ചില തെറ്റുകൾ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അവരോട് പറഞ്ഞ് ഇതിനി ആവർത്തിക്കല്ല്, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയുക, നിങ്ങൾ വേണ്ട പോലെ എടുക്കുക, കൈകാര്യം ചെയ്യുക, പക്ഷേ എന്നെ അറിയിക്കണം എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ടൈം വാർണിംഗ് കൊടുത്തു. പിന്നെ ഞാൻ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, കണക്കുകൾ നോക്കുന്ന, അവർ കാണിക്കുന്ന നമുക്ക് കള്ളവും കൗശലവും ഒന്നും നമുക്കറിയില്ലായിരുന്നു. അവർ ഡെയിലി ഉള്ള ബുക്ക് കാണിക്കും, ബിൽ ബുക്ക് കാണിക്കും, ഞാനത് ചെക്ക് ചെയ്യും, പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനകത്തുള്ള കഥകൾ, കളികൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, വീട്, സ്കൂള്, കോളേജ് ഇതല്ലാതെ വേറൊരു അഴുക്കായ സ്വഭാവത്തിലോട്ടോ അങ്ങനൊരു സമൂഹത്തിൽ ഇറങ്ങാഞ്ഞുകൊണ്ട് നമുക്ക് കള്ളത്തരങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പം അത് വിശ്വസിച്ച് ഏൽപ്പിച്ച് ഇവർ തരുന്ന കണക്കുകൾ ഞാൻ വിശ്വസിച്ച് നോക്കിപ്പോയി. അപ്പോഴും എനിക്ക് ചില ഡൗട്ടുകൾ പിന്നെ ഉണ്ടായി. അപ്പോഴും ഞാൻ വാർണിംഗ് കൊടുത്തു, അങ്ങനെ ചെയ്യരുത്, തെറ്റാണ്, നിങ്ങൾ നല്ലതായിട്ട് ജീവിച്ചോ, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും, പക്ഷേ നല്ല രീതിയിൽ തന്നെ സ്കൂൾ വളർത്തുക. ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആളുകൾക്കുള്ള ജീവിതമാർഗ്ഗമാണ്, അത് കളയണ്ട എന്നെല്ലാം പറഞ്ഞ് അവരെ തന്നെ ഏൽപ്പിച്ചു. അങ്ങനെ 3ാമത്തെ വർഷം അവരുടെ കയ്യിലായി. അപ്പോൾ 3ാമത്തെ വർഷം അവരുടെ കയ്യിലായപ്പം അവർ ചില കള്ളത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങി. സ്കൂള് വേറൊരു വ്യക്തിയായിട്ട് ചേർന്നു, വ്യക്തിയോട് പറഞ്ഞു എൻ്റെ സ്കൂളാണ്, നമുക്ക് പാർട്ണർഷിപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങാനൊക്കെ സംസാരിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ കുറച്ച് കാശ് വാങ്ങിയെന്നും ഞാൻ അറിഞ്ഞു. പിന്നെ വേറെ പലരോടും പറഞ്ഞു നമുക്ക് സ്കൂളിൻ്റെ പേരും റെക്കഗ്നേഷനൊക്കെ മാറ്റി ഈ എൻ്റെ പിള്ളേരെ ഉപയോഗിച്ച് തന്നെ വേറെ സ്കൂളാക്കാം എന്ന് വേറൊരു വ്യക്തിയോട് പറഞ്ഞ്, ആ വ്യക്തി പറഞ്ഞ് തെറ്റ് കാണിക്കരുത്, ഞങ്ങൾ തെറ്റിനൊന്നും കൂടെ നിൽക്കത്തില്ല, കാരണം ഇത് വേറൊരാളുടെ സ്കൂളാണ്, ആ ആളിനെ ചതിക്കാൻ പറ്റില്ല, അത് തെറ്റായ രീതിയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അങ്ങനെ പുള്ളി പല ഉടായ്പകൾ ഈ സ്കൂള് സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എൻ്റെ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്, അദ്ദേഹത്തിനോട് ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത്, എൻ്റെ സ്കൂൾ കാത്തുകൊള്ളണം, സംരക്ഷിച്ചു കൊള്ളണം, ധൈര്യമായിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്, എൻ്റെ ഗുരുവിനെ. അപ്പോൾ യാതൊരാളിൻ്റെയും ഒരു കാര്യങ്ങളും തെറ്റായ പരിപാടി അവിടെ നടക്കത്തില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എന്നെ കൈവിടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു സമയം 3ാമത്തെ ഏകദേശം 4ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു, ഒരു ദസറയ്ക്ക് ഞങ്ങൾ അവിടെ ചെന്നു. ഈ പറയുന്ന കക്ഷികളൊക്കെ നാട്ടിൽ പോയി തിരിച്ച് വന്നില്ല.
ഞാൻ വിളിക്കുമ്പോൾ എന്നോടൊരു എക്സ്ക്യൂസുകൾ പറയുന്നു, അതാ ഇതാ മറ്റേതാ ഹെൽത്ത് ഇഷ്യൂ അതൊക്കെ പറയുന്നു. അന്നേരം എന്നോട് പറയുന്നുണ്ട് സ്കൂളിൽ വരണ്ട, ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആളിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിടാതിരിക്കാൻ പരമാവധി പുള്ളിക്കാരൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു ദിവസം ഞാനും എൻ്റെ വൈഫും എൻ്റെ സ്കൂളിലെ കുറേ 2-3 ടീച്ചേഴ്സും ഒരു ഡ്രൈവറും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് വിട്ടു. ചെന്ന് സ്കൂളെല്ലാം തുറന്നു, പേരൻസൊക്കെ വരാൻ തുടങ്ങി. അവിടെ ഇരുന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഓരോ കഥകൾ അറിയാൻ തുടങ്ങിയത്. പേരൻസിൻ്റെ നിന്ന് ഫീസ് വാങ്ങുന്നത്, റെസിപ്റ്റ് കൊടുക്കാറില്ല. ഈ ഫീസ് ഫോൺ പേ, ഗൂഗിൾ പേ വഴി ഒത്തിരിയും ഫീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5-2 ലക്ഷത്തിൽ മേലെ രൂപ ഫീസ് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ബില്ല്. അത് കഴിഞ്ഞിട്ട് ബുക്ക് കൊടുത്ത കാശുകൾ, ഇതിൻ്റെ കണക്കുകളൊന്നുമില്ല. യൂണിഫോം കൊടുത്ത കാശുകൾ, ഇതിൻ്റെ കണക്കുകളൊന്നുമില്ല. ഒത്തിരിയും കള്ളക്കണക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കാണിക്കാനുള്ള കണക്കുകളും കാണാതുള്ള കണക്കുകളും ഒക്കെ ഇഷ്ടത്തിന് കള്ളങ്ങൾ കാണിച്ച് ടീച്ചേഴ്സിന് ശമ്പളം കൊടുത്തിട്ടില്ല. ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, ഏകദേശം 1 വർഷത്തെ ബിൽഡിംഗ് റെൻറ്റ് കൊടുത്തിട്ടില്ല. ആകെ വിഷയത്തിൽ കിടക്കുന്നു. ഞാൻ ചെന്ന് ഇവരെല്ലാം എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്തു. ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു, വന്നില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഓക്കെ വരേണ്ട കാര്യമില്ല, ഞാൻ വേറെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ആളിനെ ഏൽപ്പിച്ചു. വേറൊരു ഫാമിലി അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്നു. എല്ലാം ഒരുവിധം മറ്റേ ആളിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അതിനുശേഷം പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം 1-1.5 മാസം കഴിഞ്ഞിട്ട് ഇവർ 2 പേരും ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ സിലിണ്ടർ, എൻ്റെ പാത്രങ്ങൾ ഇതെല്ലാം ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫാൻ, ഇതൊക്കെ ഈ സാധനങ്ങളൊന്നും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. ഇതെല്ലാം പുള്ളി എടുത്ത് മറിച്ച് വിറ്റെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എൻ്റെ സിലിണ്ടർ ഉൾപ്പെടെ എനിക്കൊന്നും, ഞാൻ കൊടുത്ത സാധനങ്ങളൊന്നും തിരികെ കിട്ടിയിട്ടില്ല. പിന്നെ സ്കൂളിൽ വന്ന് കുറേ കള്ളക്കണക്കുകൾ എന്നെ കാണിച്ച് ലാസ്റ്റ് എനിക്കൊരു പ്രോമിസറി നോട്ട് എഴുതി തന്നു, 50,000 രൂപ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഏകദേശം 2 വർഷമായി 50,000 പോയിട്ട് 50 പൈസ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വൈഫിനെ കാണാനായിട്ട് വേറൊരു സ്കൂളിൽ, അവരെ ഞാൻ ഫണ്ടാക്കിയ ഒരു സ്കൂളിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അവിടെ ചെന്ന് കണ്ടു. അപ്പം എടുക്കുക ഓരോന്നോരോന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഞാനൊരു 500 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടിഞ്ഞ് പോന്നു, കാര്യം ആ നിവർത്തികേട് കണ്ടുകൊണ്ട്. അപ്പോൾ എന്നെ ഇത്രത്തോളം ദ്രോഹിച്ചു, എനിക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടാക്കി, മാനസിക പ്രശ്നങ്ങളുണ്ടാക്കി, എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ എന്നെ എത്തിച്ച്. അതിന് ശേഷം എനിക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായി, ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായി. ഏകദേശം 1 വർഷത്തോളം എനിക്ക് ഹെൽത്ത് പ്രോബ്ലമായിരുന്നു. എണീക്കാൻ വയ്യാതെ കിടന്നു. ഇടത്ത് കാലും ഇടത്ത് കൈയും ഒക്കെ ഇത് സയാറ്റിക്ക എന്ന പോലെ അതും, പിന്നെ പാരലൈസിസ് പോലൊരു സംഗതിയൊക്കെ വന്ന് BP കൂടി, ഷുഗർ കൂടി, കൊളസ്ട്രോൾ കൂടി, ആകെ ഞാൻ ജീറോ ആയിപ്പോയി. ജീറോ ആയി. എന്നിട്ട് ചുരുക്കം പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ സ്കൂൾ വേറെ ഞാൻ ആർക്കെങ്കിലും അത് വിൽക്കാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ വേറൊരു മലയാളി സാറും പുള്ളിയുടെ വൈഫും വന്ന് നല്ലൊരു കൈകളിൽ ഞാൻ ആ സ്കൂൾ ഏൽപ്പിച്ചു. അവർ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കക്ഷികൾ ഇവിടെ വന്നിട്ട് എന്നെ അവിടുത്തെ കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടൊക്കെ കൂടി ഇവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു സ്കൂളിൽ ജോലി കയറി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവരവിടെ നിൽക്കത്തില്ല, ഒരിക്കലും അവിടെ കണ്ടിന്യൂ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് 1 മാസത്തിന് ശേഷം അവിടുന്ന് ചാടിക്കളഞ്ഞ് 2 പേരും അവിടുന്ന് ചാടേണ്ട അവസ്ഥ വന്നു. പിന്നെ എൻ്റെ ജീവിതം തകർത്ത് ഞാൻ അവിടുന്ന് മണ്ണ് വാരി ശപിച്ചവരെ മണ്ണ് വാരിയിട്ട് ശപിച്ചു. കാര്യം എന്നെ സീറോ ആക്കി, എൻ്റെ മാനസികാവസ്ഥ അത്രയ്ക്ക് തകർത്ത് കളഞ്ഞ് എന്നെ ഒരു രോഗിയാക്കി മാറ്റി. ഞാൻ ജീറോ ആയിപ്പോയി, ഞാൻ ഒന്നുമില്ലാതായിപ്പോയി. അവിടുന്ന് ഞാൻ ശപിച്ചു. ആ ശാപം അവരെ ഇന്നും ഞാൻ പറയുന്നു, അവരുടെ ജീവിതകാലം വരെ എൻ്റെ ശാപം അവരെ പിന്തുടരും. എൻ്റെ പൈസ 50,000 തരാമെന്ന് പറഞ്ഞ് എനിക്ക് തന്നിരിക്കണം. എൻ്റെ കൈകളിൽ കൊണ്ട് തരാതെ ആ ശാപം അവരെ വിട്ടു മാറില്ല, അതെത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. കാര്യം ഞാനൊക്കെ ഒരു ട്രഡീഷണൽ, ഒരു ദൈവത്തെ വിളിച്ചൊരു നല്ല ലൈഫ് ഫോളോ ചെയ്ത വ്യക്തിയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എന്നെ കൈവിടില്ല, അവർക്ക് ശിക്ഷ കൊടുക്കും. അത്രയ്ക്ക് എന്നെ തകർത്തെന്നെ എന്നെ ഒന്നുമില്ലാതാക്കി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും എൻ്റെ ദൈവങ്ങൾ എന്നെ രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണ മുക്തനാക്കി. 100% മുക്തനായിട്ടില്ല. പിന്നെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം എനിക്ക് ദൈവം എല്ലാം പോസിറ്റീവ് തന്നു. എൻ്റെ ജീവിതം ഇപ്പോൾ ഹാപ്പിയാണ്. എല്ലാ കാര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. ഒരു സൈഡിൽ നിന്ന് മനുഷ്യൻ എന്നെ തകർക്കാൻ നോക്കി, പക്ഷേ ഏത് മനുഷ്യൻ നോക്കിയാലും ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട്
ദൈവത്തിൻ്റെ കണ്ണും കരങ്ങളും ഞങ്ങളുടെ മേളിലുണ്ടായിരുന്നു. ആ ദൈവം ഞങ്ങളെ പൊക്കി ഉയർത്തിയെടുത്ത് തന്ന് നല്ല രീതിയിൽ തന്നെ ദൈവം എത്തിച്ചു തന്ന്. ഇതെൻ്റെ ഒരു ചെറിയ കഥയല്ല, എൻ്റെ ഒരു അനുഭവ കഥയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ ഓരോരുത്തരോടും പറയുന്നു, ഒരിക്കലും നിങ്ങൾ മറ്റൊരാളുടെ കണ്ണുനീരിന് കാരണമാകരുത്, മറ്റൊരാളിൻ്റെ മാനസിക വിഷമത്തിന് കാരണക്കാരാകരുത്, ശാപം പിടിച്ച് വെക്കരുത്. ശാപം അത് ഭയങ്കര ശാപം തന്നെയാണ്. നമ്മളാരെയും നല്ലത് ചെയ്തില്ലെങ്കിലും തിന്മ ചെയ്യാതിരിക്കുക, ഒന്നും കൊടുത്തില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യുന്ന നന്മ ചെയ്യാൻ ശ്രമിക്കുക, വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക. കാര്യം എനിക്കുണ്ടായ അനുഭവം ലോകത്ത് ഒരു മനുഷ്യർക്കും ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പക്ഷേ എന്നെ ഇത്രയും തകർത്ത വ്യക്തിക്ക് എൻ്റെ ശാപം ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതിന് യാതൊരു മാറ്റമില്ല. ഈ ഒരു ചെറിയ കഥ എൻ്റെ അനുഭവ കഥയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.